ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നൊരു അടിപൊളി സാമ്പാറാണ് വെക്കാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങളൊക്കെ വേണം, പച്ചക്കറി ഇല്ലല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും വേണ്ട. പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് നല്ല അടിപൊളി സാമ്പാർ വെക്കാം. അമ്മയുടെ സാമ്പാറിനെ പറ്റി പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പണ്ട് അമ്മ സാമ്പാർ, എനിക്ക് ഇവിടുത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് വരെ നമ്മൾ സാമ്പാറിന്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത, അല്ലെ? ഇവര് പറയും അമ്മയുടെ സാമൂഹ്യ സാമ്പാർ. അത് തന്നെ, അതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ വേറൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു സാമ്പാർ നമ്മൾ ഉണ്ടാക്കിയത് പണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്ന സാധാ സാമ്പാറാണ്, സാധാ സാമ്പാർ ഉണ്ടാക്കുവാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. പക്ഷെ ഇന്ന് വരെ നമുക്ക് യൂട്യൂബിൽ അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അമ്മ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ, പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെയൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും പറയുന്നേ, സാമ്പാർ ഇവര് പറയും, അവര് എല്ലാരോടും പറയും. ആശുപത്രിയിലൊക്കെ ഞങ്ങൾ പോകുവാണെങ്കിൽ ചിലപ്പോൾ ഇവന് അസുഖമൊക്കെ ഞങ്ങൾ കിടക്കുമ്പോൾ പറയുന്നത്, എന്റെ അമ്മ വീട്ടിൽ ചെന്ന് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കി തരും, ഞാൻ ട്യൂഷനിൽ കണ്ടിട്ടുണ്ടോ, അതിനകത്ത് ചോറുണ്ടോന്ന് പറയും. അപ്പൊ അടുത്ത് കിടക്കുന്ന ഞങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് ആർക്കും തരൂല എന്റെ അമ്മയുടെ സാമ്പാർ. എനിക്ക് ഭയങ്കര സാമ്പാർ സാമ്പാർ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, സാമ്പാർ ഉണ്ടെങ്കിൽ ദൂഷണയിൽ പപ്പടവും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിക്കത്തുള്ളൂ, അല്ലെ? കുഞ്ഞിലേക്ക്. പിന്നെ വലുതായപ്പോഴത്തേക്ക് അത് ദൂഷണല വെട്ടുന്ന ശീലമൊക്കെ മാറി. എങ്കിലും സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കോരി കുടിക്കും, ഒത്തിരി കുടിക്കും സാമ്പാർ. അമ്മ ഒരിക്കലും കഷ്ണങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങും. ഇപ്പൊ ഇതിലും അങ്ങനത്തെ കഷ്ണങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു ചേമ്പിന്റെ തട, പിന്നെ കപ്പളങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കോവയ്ക്ക, വഴുതനങ്ങയൊക്കെ നമ്മുടെ പറമ്പിൽ മിക്കവാറും കാണും പണ്ടൊക്കെ, അല്ലെ? ചെറിയൊരു കഷ്ണം പടവലങ്ങായ. അപ്പൊ നോക്കി, നമ്മുടെ ഇന്നത്തെ സാമ്പാർ സിമ്പിൾ ആണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ സാമ്പാറിന്. നിങ്ങൾ ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സാമ്പാർ ഇങ്ങനെ കോരി കുടിക്കാനായിട്ട് തോന്നും. പറമ്പിലെ വഴുതനങ്ങ കേട്ടോ. അപ്പൊ നമ്മള് കഷ്ണങ്ങളൊക്കെ ഒരുക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കഴുകിയെടുക്കാം, അല്ലേ? ഒരു മുറി കപ്പങ്ങായ എന്നും പറയും, ഓമയ്ക്കായ നമ്മുടെ പറമ്പിൽ കുത്തിക്കണം. ഇതൊക്കെ ഇട്ട് സാമ്പാർ വെച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി. നമ്മൾ ഈ കടയിൽ നിന്ന് പച്ചക്ക് സാമ്പാർ കൂട്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെക്കണേക്കാളും നല്ല ടേസ്റ്റ് ഇതിനാണ്. ടേസ്റ്റ് മാത്രമല്ല, ഗുണവും. പണ്ട് പോലെ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ് അമ്മയുടെ സാമൂഹ്യ സാമ്പാർ. ഞാൻ പറയുന്നത് കറിക്കൊന്നും ഇല്ലെന്ന് പറയാം, അമ്മ സാമൂഹ്യ സാമ്പാർ. സാമൂഹ്യ സാമ്പാർ എന്താണെന്നറിയാവോ? ഈ പുറത്ത് കിട്ടുന്ന നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അതും ഇതുമൊക്കെ, അലുക്കുലത്ത് സാധനങ്ങളെല്ലാം നമ്മുടെ പറമ്പിൽ കാണൂല, അതൊക്കെ എടുത്ത് വെക്കുന്നതിനാണ് സാമൂഹ്യ സാമ്പാർ എന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇട്ട പേരാ സാമൂഹ്യ സാമ്പാർ, അല്ലേ? ഇതിപ്പോ ചേമ്പില്ലായിരുന്നു, നമ്മൾ തന്നെ പറമ്പിൽ കഴിഞ്ഞ വർഷം നട്ട ചേമ്പ് ഇപ്പൊ കിളിച്ചതായിരുന്നു. ഞാൻ യാതൊരു പറഞ്ഞിട്ടുണ്ട്, ഈ ചേമ്പും തണ്ടും നമ്മൾ കളയത്തില്ല, അതിന്റെ കൂടെ ഇടും. ഈ ചേമ്പും തടയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. സാധാരണ സാമ്പാർ വെക്കുമ്പോ പരിപ്പൊക്കെ ആദ്യമേ വേവിച്ച് അങ്ങനായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പരിപ്പ് ഇപ്പൊ വേണ്ടെന്നാ അമ്മ പറഞ്ഞു, ഇപ്പൊ ഉണ്ടാക്കണ്ടെന്നാ പറഞ്ഞത്, വേവിക്കണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, താഴെ പോയ പരിപ്പ്. അപ്പൊ പിന്നെ തക്കാളിക്ക വെണ്ടയ്ക്ക വേറെ വെച്ചേക്കണം, പച്ചമുളകും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ സബോളയൊക്കെ ഇടുന്നുണ്ടല്ലോ നമ്മുടെ സാമ്പാറിന്. ചെറിയ ഉള്ളിയും കൂടെ നന്നായിട്ടിട്ട് സാമ്പാർ വെക്കുമ്പോൾ അതിന്റെ പ്രത്യേക രുചിയാണ്. സബോള ഒന്ന് കുറഞ്ഞാലും കൊച്ചുള്ളി കുറയ്ക്കരുത്. ഒരു 3, 5, 8, 10 കൊച്ചുള്ളിയും കൂടെ നമ്മൾ പൊടിച്ചതിനകത്ത്. അപ്പൊ ഞാൻ എന്നും സാമ്പാർ വെച്ചാലും ചെറിയ ഉള്ളി കൂടുതൽ ഇടും, അല്ലെ? ഒട്ടും ചേർക്കാത്തത് ഏത്തക്ക, അല്ലെ? കാ ചേർക്കത്തില്ല, കാരണം കാ ചേർക്കുമ്പോ ഒരു കറ പോലത്തെ ഒരു കളറും ഒരു ടേസ്റ്റിനും ഒരു മാറ്റമുണ്ട്, അല്ലെ? പിന്നെ അതുപോലെ ബീറ്റ്റൂട്ട് ഇടും. ബീറ്റ്റൂട്ട് നമ്മൾ ഇടാറില്ല, അല്ലെ? അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ നമ്മളിത് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതെല്ലാം നന്നായിട്ട് അരിയാൻ പോവാണ്. നമ്മൾ സാമ്പാറിന് അരിയുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോ എന്താണ്, കോവയ്ക്ക. ഇങ്ങനെ ഈ മുറിക്ക് കോവയ്ക്ക ഇടും. പിന്നെ ഇത് ഒരേ കഷ്ണം കണ്ടത് കപ്പങ്ങയാണ്. കപ്പങ്ങ നമ്മള് കറിക്ക് സാധാരണ ഒരു ഈ വലിപ്പത്തിന്, അല്ലെ? ഇതാണ് നമ്മുടെ ഒരു സാമ്പാറിന്റെ വലിപ്പം, അല്ലെ? പക്ഷെ കടകളിലൊക്കെ സാമ്പാറിന് എനിക്ക് കുറെ കൂടെ വലിപ്പം കൂട്ടി അരിയുന്നല്ലേ? മത്തങ്ങായും ഒക്കെ ഇത് വെള്ളരിക്കായ. നമുക്ക് വേണേ മത്തങ്ങ ഇടാറുണ്ട്, പക്ഷെ മത്തങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്, അല്ലെ? മത്തങ്ങ വാങ്ങിച്ചില്ല. മത്തങ്ങ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാമ്പാറിന്. ഞങ്ങളുടെ തെക്കോട്ടങ്ങ് മത്തങ്ങ ഇടുമല്ലോ സാമ്പാറിന്. ഇല്ല, അല്ലെ? പിന്നെ പല സ്ഥലത്തും ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് കഷ്ണം വേണേലും ഇടാം, അല്ലെ? ഇത് കുമ്പളങ്ങയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു കാര്യം, എല്ലാ കഷ്ണങ്ങളും അരിയാം. പിന്നെ മുളകും ഇരിക്കുന്നില്ല, മുളക്, വെണ്ടയ്ക്ക, തക്കാളി ഇത് നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല, പിന്നെയാണ് നമുക്ക് ഇത് ആവശ്യമുള്ളൂ, അല്ലെ? നടുവേ പൊട്ടിക്കുന്നത് അത് മാത്രം മതി, അല്ലേ? കാരണം അത്രേ ഉള്ളൂ. ഇനി ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങിട്ടാലും മതി, അല്ലേ?
എനിക്ക് അങ്ങനെ കിടക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടം. മുരിങ്ങയ്ക്ക നമ്മള് കീറത്തില്ല. അമ്മ ഫുള്ളായിട്ട് ഇടുന്നു മുരിങ്ങക്കോൽ അല്ലേ? ഈ കൊത്തമരം നമ്മളിങ്ങനെ ഒരു അവിയലിനേക്കാളും ചെറിയ വെച്ചിരിക്കണ നീളത്തിൽ അല്ലേ? ഇച്ചിരി വലിപ്പം കുറച്ച്. ചേമ്പന്തണ്ട. ചേമ്പും തണ്ട് ഇങ്ങനെ അരിഞ്ഞ അല്ലേ? നമ്മുടെ കഷ്ണങ്ങൾ മൊത്തം നമ്മൾ ഇത് അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നും, കാരണം നമ്മളിത് 2-3 ദിവസത്തേക്കുള്ള സാമ്പാറാണ് അല്ലേ? അങ്ങനെ നമ്മളിത് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എല്ലാ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് നമ്മളിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടേക്കണേ. അപ്പൊ പണ്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണേ, നമ്മുടെ പണ്ടത്തെ സാമ്പാറും ഇപ്പോഴത്തെ സാമ്പാർ ഉണ്ടാക്കലും രണ്ട് രീതി അല്ലേ? പരിപ്പ് വേവിച്ച് മാറ്റി വെക്കും. ആദ്യം വേവിച്ച് മാറ്റി വെക്കും. ചിലര് പരിപ്പ് വേവിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് നമ്മൾ സാധാരണ ഇച്ചിരി ഒരു ലേശ എണ്ണ ഒഴിക്കും അല്ലേ? വെളിച്ചെണ്ണ ഒഴിക്കും. പരിപ്പ് പക്ഷെ ഉപ്പിടത്തില്ല അല്ലേ? അങ്ങനെ വേവിക്കുമ്പോ പരിപ്പ് തന്നെ വേവിക്കും. ചിലര് നെയ്യ് ചേർക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന്റെ അകത്ത് ലേശം നെയ്യ് ചേർത്ത് വേവിക്കുന്നവരുണ്ട്. നമ്മൾ നെയ്യൊന്നും ചേർക്കാറില്ല. നമ്മള് അത് തന്നെ. അപ്പൊ ഇപ്പൊ അമ്മ ആ രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ പരിപ്പിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ അമ്മ പ്രത്യേകത, നമ്മുടെ മാവേലി സ്റ്റോറിലെ പരിപ്പാണെങ്കിൽ അത്ര പെട്ടെന്ന് വേവിക്കണം. അപ്പൊ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച പരിപ്പാണ്. പക്ഷെ ഇത് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഇത് സ്പെഷ്യൽ ആയിട്ട് വേവിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ. അപ്പൊ നമ്മൾ കഷ്ണങ്ങൾ ഇതിന്റെ കൂടെ നമ്മൾ എല്ലാ കഷ്ണങ്ങളും നുറുക്കി വെച്ചിട്ടുണ്ട്. തക്കാളിയും വെണ്ടയ്ക്കയും പച്ചമുളകും മാറ്റി വെച്ചു. ബാക്കി കഷ്ണം കഷ്ണങ്ങൾ എല്ലാം ഇതിനോട് ഇടുവാണ് കേട്ടോ. അപ്പൊ ഇതൊരു ഈസി സാമ്പാറാണ്. പണ്ടത്തെ ടിപ്പിക്കൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സ്റ്റൈൽ അല്ല ഇത് അല്ലേ? അല്ല, ഇത് വേറെ ഇപ്പൊ അമ്മ സ്വന്തമായി കണ്ടുപിടിച്ച രീതിയിലുള്ള സാമ്പാറിന്റെ പ്രിപ്പറേഷൻ ആണ് ഇത്. അപ്പൊ ഇത് നോക്കിയാൽ ഇത് കുറച്ചുണ്ട്. ഇത് പക്ഷെ ഈസിയാണ്. രാവിലെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി പെട്ടെന്ന് സാമ്പാർ റെഡിയാവും അല്ലേ? പക്ഷെ രുചിയുടെ കാര്യത്തിൽ അതിഗംഭീര ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി അതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടും. ഇനിയാണ് പൊടികൾ കണ്ടോ. അതും ഇത് നമ്മളെ വ്യത്യാസം. ഇത് ഈസി സാമ്പാർ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണിനേക്കാൾ ഇച്ചിരി കൂടുതലുണ്ട് അല്ലെ? ഒരു 1/2 ടീസ്പൂൺ ഇല്ല അല്ലെ? പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നീട് വേണമെങ്കിലും ചേർക്കാം. എന്നാലും ഇത്രയും ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണും പിന്നെ കുറച്ചുകൂടെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇപ്പൊ ചേർത്തിട്ടുണ്ട് അല്ലെ? വേറെ ഒന്നും ഇപ്പൊ ചേർന്നില്ല. നമ്മൾ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. നമ്മൾ ഈ കഷ്ണത്തിനൊക്കെ വെള്ളമുള്ള കഷ്ണങ്ങളാണ്. അപ്പൊ പരിപ്പ് നമ്മൾ വേറെ വേവിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് തുള്ളി വെളിച്ചെണ്ണമയം നമ്മൾ ഒഴിക്കുന്നത് തന്നെ തൂവി പോകാതിരിക്കാനാണ്. വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ? അപ്പൊ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പോലെ തന്നെ ഇത് കഷ്ണം വേവിക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഇതിന്റെ അകത്ത് 2 കറുപ്പ് കറിവേപ്പില ഇട്ടു. കറിവേപ്പില അല്ലേ? കറിവേപ്പിലയുടെ മുകളിലിട്ടു. അടുപ്പ വെച്ച വേറെ ഒരു പൊടി നമ്മളിപ്പോ ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. കണ്ടോ, ഇതൊരു വെറൈറ്റി രീതിയിലാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാറാണ്. അപ്പൊ ഇത് എത്ര വിസിലടിക്കണം? ഇത് ഒരു 3 വിസിലടിക്കണം. 3 വിസിൽ. അപ്പൊ നമ്മളിത് വെണ്ടയ്ക്ക ഒന്നും അതിന്റെ കൂടെ ഇട്ട് നമ്മൾ വേവിക്കുന്നില്ല. വെണ്ടയ്ക്ക വേറെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ വെണ്ടയ്ക്ക മുറിച്ചിട്ട് നടുവ് ഇങ്ങനെ കീറും. ഇങ്ങനെ വെണ്ടയ്ക്ക പിന്നീടാണ് ചേർക്കുന്നത്. വെണ്ടയ്ക്കായും പച്ചമുളകും തക്കാളിയും ഒന്നും നമ്മളിപ്പോ ചേർത്തിട്ടില്ല. അതൊക്കെ നമുക്കൊരു കാര്യം അരിഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഈ ഒരു രീതിയിൽ അങ്ങ് അരിഞ്ഞു വെക്കുന്നു അല്ലേ? വാളൻപുളി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാൻ പോവാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു വെള്ളത്തിലേക്ക് വാളൻപുളി നമുക്ക് ഇട്ട് വെച്ചേക്കുവാണ് ഇങ്ങനെ. അങ്ങനെ നമ്മുടെ കുക്കറിൽ നമ്മളൊരു 3 വിസിൽ അടിച്ചു അല്ലെ? 3 വിസിൽ അടിച്ചിട്ട് നമ്മളൊരു 20-22 മിനിറ്റ് നമ്മളിപ്പോ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുറക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ കിട്ടി. ഇനി നമ്മുടെ ബാക്കി പ്രിപ്പറേഷൻ നമ്മൾ അടുപ്പേര് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കടുക് ഇട്ടത്. കടുക് പൊട്ടിയിലേക്ക് ജീരകം അല്ലേ? സാധാ ജീരകം അല്ലേ? വറ്റൽമുളക്, കറിവേപ്പില ഇടാം. സാധാ നമ്മൾ കടുക് പൊട്ടിക്കുന്നത് തന്നെ. ഓക്കെ. അരിഞ്ഞു വെച്ചേക്കുന്ന ഈ സാധനങ്ങളാണ് ഇനി ചേർക്കാൻ പോകുന്നത് അല്ലെ? പച്ചമുളക്, വെണ്ടക്കായ, തക്കാളി. അതിന്റെ അകത്ത് പച്ചമുളക് ആദ്യം ഇടുക അല്ലെ? വെണ്ടക്കായും കൂടെ കിട്ടിയത്. അപ്പൊ രണ്ടും കൂടെ വാടും. തക്കാളി ഇപ്പൊ ഇടുന്നില്ല. ഓക്കെ. ഈ എണ്ണയ്ക്കകത്തിട്ട് നമ്മൾ നന്നായിട്ട് വരട്ടിയെടുക്കും. തക്കാളി ഇപ്പൊ വേണ്ട അല്ലെ? വെണ്ടക്ക ഒന്ന് സെറ്റ് ആയി. വെണ്ടയ്ക്ക നമ്മള് കഷ്ണത്തിന്റെ കൂടെ കിടന്ന് ഭയങ്കര കൊഴുപ്പാ, താളി പോലും. ആ കൊഴുപ്പ് കുറയാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇതല്ലേ? വരട്ടിയിടുന്നത്. ഇങ്ങനെ വഴട്ടിയാല് വെണ്ടയ്ക്ക ഒരിക്കലും, വെണ്ടയ്ക്കയുടെ ഞോളം ഒരിക്കലും നമ്മുടെ സാമ്പാറിന്റെ അകത്ത് വരത്തില്ല അല്ലെ? അങ്ങനെ നമ്മുടെ തക്കാളി ഇനി ഇടാൻ പോവാണ് അല്ലെ? നമ്മുടെ തക്കാളിയും കൂടെ നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അല്ലെ? എത്ര നേരം വഴക്കണം ഇത്? തക്കാളി ഒന്ന് വാടണം. അതിന് സമയം നോക്കി വാടിയാ മതി അല്ലേ?
അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്വല്പം മല്ലിപ്പൊടി, നമ്മൾ പൊടിച്ച മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇവിടെ മല്ലി മുളകും ഒക്കെ നമ്മൾ പൊടിക്കണാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ ആണ് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ലേ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ് അല്ലേ. മുളക് പൊടി ഇത്രയും മതി. അത് പിരിയമുളകാണ്. ഇത് പിരിയമുളക് അല്ലേ. 1 ടീസ്പൂൺ ആണ് പിരിയമുളക് ഇട്ടത്. ഇനി ഇടാൻ പോകുന്നത് എന്താ, സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 3/4. ഓക്കെ. അതത്രയും കൂടെ നമുക്ക് രണ്ടിനും തമ്മിൽ കളർ വ്യത്യാസം കണ്ടില്ലേ, രണ്ടും തമ്മിൽ അല്ലേ. അപ്പൊ ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് വരക്കാം. അപ്പൊ മുളക് പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു. ഇനി എന്താ ചെയ്യുന്നത്, തീ ഒന്ന് കുറച്ച് വെക്കണം ഇപ്പൊ അല്ലേ. ഇനി നമ്മൾ ചേർക്കുന്ന എല്ലാരെയും പോലെ നമ്മള് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഇപ്പൊ സാമ്പാർ പൊടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ പൊടി ചേർത്ത സാമ്പാറിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ആണ് ആൾക്കാർക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം ദിവസം നമുക്കത് പുറത്ത് വെച്ചേക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇടുന്ന സാമ്പാർ പൊടി ബ്രാഹ്മിൺസിന്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഞങ്ങളിപ്പോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബ്രാഹ്മിൺസിന്റെ സാമ്പാർ പൊടി ഒരു 3 ടീസ്പൂൺ ബ്രാഹ്മിൺ സാമ്പാർ പൊടിയും കൂടി ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഒത്തിരി മൂക്കണ്ട. സാമ്പാർ പൊടി ഓൾറെഡി അവർ ഫ്രൈ ചെയ്തതാണ്. അപ്പൊ നമ്മള് പിഴിഞ്ഞു വെച്ചേക്കുന്ന വാളംപുളി പിഴിഞ്ഞു വെച്ചേക്കുന്ന ഇതിലോട്ട് ഓക്കെ. വാളംപുളി കണ്ടല്ലോ, വാളംപുളി ഇപ്പോഴാണ് നമ്മൾ പിഴിയണം അല്ലേ. എന്നാ പറഞ്ഞേ, കുറച്ചൊഴിക്കുന്നു. ഇനി എന്താ ചേർക്കണം, സാധാ വെള്ളം. ഇനി നമ്മൾ വെള്ളം, ഇനി നമ്മൾ വേറെ സാധനം നമ്മൾ കുറച്ച് പുളിയാണ് നമ്മൾ ചേർത്തോളൂ. പുളി പിന്നീട് വേണമെങ്കിൽ ബാക്കി ചേർക്കാം അല്ലേ. ഇനി നമ്മൾ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന ഒരു സാധനമാണ് ഇത്, ചെറുനാരങ്ങയുടെ അത്ര, ചെറിയൊരു ചെറുനാരങ്ങയുടെ അത്രയും ശർക്കര. അതാണ് നമ്മുടെ സാമ്പാറിന്റെ രുചി കൂട്ടുന്നത്, ടേസ്റ്റ് കൂട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, കടുക് പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു കഷ്ണം ഇഞ്ചി കുരുകുരുകുരുനാന്നരിഞ്ഞ് ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ഇട്ടൊന്ന് മൂപ്പിച്ചാലും സാമ്പാറിന് നല്ലതാണ് അല്ലെ. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നേരെ അങ്ങിട്ട് കൊടുക്കണം. ആ കഷ്ണവും വെള്ളവും എല്ലാം, പരിപ്പ് കണ്ട വെന്തില്ല ഇപ്പൊ, നല്ല ഭംഗിയായിട്ട് വെന്ത് വേണം. ഇതാണ് നമ്മുടെ ഈസി സ്റ്റൈൽ സാമ്പാർ, തപ്പേന്ന് സാമ്പാർ. വേറെ ഒന്നും വേണ്ട, പരിപ്പ് വേറെ വേവിക്കണ്ട. നമ്മളിനി ചേർക്കാൻ പോകുന്ന ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, തിളപ്പിച്ച വെള്ളം അല്ലെ. പച്ചവെള്ളം ഇനി ചേർക്കൂല. അപ്പൊ ആ ചൂടുവെള്ളം നമ്മുടെ പാത്രത്തിന്റെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ചൂടുവെള്ളം. അപ്പൊ ആ ചൂടുവെള്ളം തിളച്ച വെള്ളമാണ്. അതാണ് പാത്രമൊക്കെ അങ്ങ് കഴുകി, അതായത് പാത്രം നമ്മുടെ കുക്കറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു. അപ്പൊ പരിപ്പിന്റെ ഒക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോന്നോളൂ അല്ലെ. നമുക്ക് ഇളക്കി നോക്കാം, ഇച്ചിരി വെള്ളം ചേർക്കണോന്ന്. വെള്ളം ഇനി വേണം അല്ലെ. ഒന്ന് നോക്കി, നമ്മുടെ സാമ്പാർ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ അകത്ത് 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട് അല്ലെ. ഇവിടെ എല്ലാവർക്കും വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാറാണ് ഇഷ്ടം. അതായത് ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ സാമ്പാർ കോരി കുടിക്കണം എന്ന് പറഞ്ഞില്ലേ കുറച്ച്. അപ്പൊ അതുകൊണ്ട് അതുമല്ല, നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കുടിക്കാനായിട്ട് ഒത്തിരി കുറുകിയ സാമ്പാറിനേക്കാളും നല്ലത് ഇങ്ങനെ ഇച്ചിരി കുറച്ച് ഗ്രേവി ആയിട്ട് ഇച്ചിരി വെള്ളം പോലത്തെ സാമ്പാറാണ്. നമുക്ക് അങ്ങനെ ഒഴിച്ച് ചോറിലേക്കൊക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് അതായിരിക്കും. പിന്നെ മല്ലിയില ഇടാം, പക്ഷെ നമ്മൾ ഇന്ന് മല്ലിയില ഇടുന്നില്ല. നമ്മൾ മല്ലിയില വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് മല്ലിയില ഇടുന്നില്ല, നിർബന്ധമില്ല. പണ്ട് കാലത്ത് മല്ലിയില ഇല്ല, പണ്ട് മല്ലിയില എങ്ങനെ ഇടാം. ഉലുവാപ്പൊടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ ദൂഷണല്ല ചോറിനുണ്ടിരുന്ന സാമ്പാറല്ലേ, ആ സാമ്പാറിൽ മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ. അന്നും മല്ലിയില ഇല്ലായിരുന്നു. മല്ലിയിലേക്ക് അടുത്ത കാലം കൊണ്ട് വന്ന. അപ്പൊ അത് ഒരു എന്തോരം ഇട്ടമ്മേ, ഇത് 1/2 സ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് ഉലുവ ഇട്ടു. പിന്നെ അതെ നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ഇതിന്റെ അകത്ത് കാണിച്ചു തരാവേ, ഇത് ഇത്രയും. അത് അരയാൻ കായം മണക്കണം സാമ്പാറിൽ നിന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇച്ചിരി കായം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ കുറച്ച് കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്തു. അതായത് ഒരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കൂടുതലുണ്ട്, 3/4 അല്ലെ, അത്രയും കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് ഉപ്പും പുളിയും ചേർത്തിട്ട് പുളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പുളി വീണ്ടും ചേർക്കും അല്ലേ. ഓക്കെ. അപ്പൊ അത് വീണ്ടും 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്തു. ആദ്യം നമ്മൾ 1/4 ടീസ്പൂൺ ആണ് ആദ്യം ചേർത്തത്. ഇപ്പൊ വീണ്ടും 1 ടീസ്പൂൺ ചേർത്തു. അങ്ങനെ ഇപ്പൊ 2/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ മൊത്തം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇച്ചിരി പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുളിയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഇനി തിളച്ചാൽ മതി അല്ലേ. പിടിക്കണം അല്ലേ. അടുത്ത ദിവസം നമ്മുടെ നോർമൽ സാമ്പാറിലെ നമ്മൾ മുളക് മല്ലിയൊക്കെ അരച്ചുണ്ടാക്കുന്ന സാമ്പാറിലെ ആ സാമ്പാർ നമുക്കൊന്ന് കാണിക്കാം. മല്ലി മുളകൊക്കെ അല്ലെ, ഫുൾ മല്ലി മുളകിന്റെ ഒക്കെ സാമ്പാർ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഇനി എന്നാ ചെയ്യാനുള്ള അത്രേ ഉള്ളൂ.
അപ്പൊ നമ്മൾ 2-3 കറിവേപ്പിലയൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ പച്ചക്കറിവേപ്പില ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്തു. അത് മതി. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇത് റെഡിയാക്കി നമ്മളിത് വാങ്ങി നമ്മളിത് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ സാമ്പാർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾ അതുപോലെ ലൈക്കും കമന്റും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു കാര്യമാണ് പുതിയതായിട്ട് പറയട്ടെ, നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഉണ്ട്. അപ്പൊ അത് രണ്ടും ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം അല്ലെ. പിന്നെ ഇത് ഒരു എളുപ്പം ഉണ്ടാക്കാവുന്ന സാമ്പാറാണ് അല്ലെ. പക്ഷെ രുചി ഇതിന് അപാര രുചിയാണ്. നല്ല ടേസ്റ്റ് ആ ഇതിനല്ലേ. പിന്നെ ചിലര് വിചാരിക്കും ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് വിചാരിക്കും അയ്യോ ശർക്കര എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ശർക്കര ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് സാമ്പാറിന് കിട്ടും. സാധാരണ സാമ്പാറിനല്ല വേറെ ഒരു സദ്യ സ്റ്റൈൽ സാമ്പാറിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതല്ല ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ വേറെ സാമ്പാർ, നാടൻ സ്റ്റൈലിലുള്ള സാമ്പാർ പൊടി ചേർക്കാതുള്ള സാമ്പാർ നമുക്ക് അടുത്ത ദിവസം ഒന്ന് ഉണ്ടാക്കാം അല്ലേ മാം. അതിന്റെ കളർ ഇതൊന്നും അല്ല കളർ. ഇതാണ് നമ്മളിപ്പോ വീഡിയോയിലും ടിവിയിലും ഒക്കെ കാണുന്ന സാമ്പാറിന്റെ കളറും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ് അല്ലെ. സദ്യക്ക് കിട്ടുന്ന സാമ്പാർ ഇപ്പോൾ ഇങ്ങനത്തെ സാമ്പാറാണ് നമുക്ക് പൊതുവെ ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റ് അത് തന്നെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.